ഹലോ ഫ്രണ്ട്സ്, മഴനൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രോഹിത്താണെങ്കിൽ റൂബി ഇറങ്ങിപ്പോയ വഴിക്ക് ദേഷ്യം പിടിച്ച് അകത്തേക്ക് കയറി ചെന്ന് കണ്ണി കണ്ടതെല്ലാം കൂടെ വലിച്ചു വാരി അടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ വീണ്ടും കതക് തട്ടുന്നുണ്ട്. തുറക്കടാ, കതക് തുറക്കടാ എന്ന് പറയാട്ടോ. ദേഷ്യം കൊണ്ടുവന്ന് രോഹിത്ത് വന്ന് കതക് തുറക്കുകയാണ്. അകത്ത് കയറിയ ബാലചന്ദ്രൻ ഞെട്ടിപ്പോവാട്ടോ. കണ്ണി കണ്ടതെല്ലാം വലിച്ച് പൊട്ടിച്ചാകെ ബെഡ്റൂം മുഴുവനും നാശമാക്കിയിട്ടേക്കുന്നു. എന്ത് പണിയാടാ നീ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ കയ്യിലിരുന്ന ബാക്കി കഷ്ണം കൂടെ എടുത്ത് തറയിൽ എറിഞ്ഞു ഒരു പൊട്ടിക്കലാണ് കേട്ടോ. അപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ബാലചന്ദ്രന്. കണ്ണിൽ കണ്ടതെല്ലാം ഇത്രയും ചെയ്തതും പോരാ, കലിപ്പടങ്ങാതെ ചോദിച്ചപ്പോൾ വീണ്ടും അതിനപ്പുറം അവൻ കാണിക്കുന്നു. നിൻ്റെ അഹങ്കാരത്തിന് ഞാൻ തരുന്നുണ്ടാണെന്ന് പറഞ്ഞ് ഒരടി അങ്ങോട്ട് വീണ്ടും കൊടുക്കാട്ടോ. അവസാനം ദേഷ്യം വന്ന് അവൻ അവിടുന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. ബാലചന്ദ്രൻ ആകെ തകർന്നു പോയി മകൻ്റെ ഈ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥ കണ്ടിട്ട്. അങ്ങനെ അവിടുന്ന് നേരെ പോകുന്ന നമ്മുടെ രോഹിത്ത് നേരെ ചെന്ന് ഹരിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഹരിയോട് ചെന്ന് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാട്ടോ. ഹരി പറഞ്ഞു കൊടുക്കുക, എടാ ആരെങ്കിലും അവളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരുമോ? വേറെ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്? എവിടെയെങ്കിലും റൂം എടുക്കുകയോ ആരുടെയെങ്കിലും പരിചയക്കാരുടെ വീട്ടിൽ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ലെങ്കിൽ എന്നോട് പറഞ്ഞതെങ്കിൽ നിന്നെ ഞാൻ എവിടെയെങ്കിലും ഒപ്പിച്ച് തരില്ലായിരുന്നോ റൂമോ അങ്ങനെ എന്തെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ഹരി പറയാം. ആ സാരമില്ലടാ, എന്തായാലും വന്നത് വന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെല്ലാത്തിനും കാരണക്കാരി ആ അലീനയാണ്. അവൾക്കൊരു പണി കൊടുക്കണം. അപ്പോൾ ഹരി പറയാം, അത് ശരി തന്നെയാണ്, അവൾക്കൊരു പണി കൊടുക്കണം. പക്ഷേ നീ ഇവളെയും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അലീനയ്ക്ക് എന്തെങ്കിലും ടിപ്പ് കൊടുത്ത് എന്തെങ്കിലും പറഞ്ഞ് അവളെ കൂടെ നിർത്തണമായിരുന്നു. എങ്കിൽ അവൾ ഉറപ്പായിട്ടും അങ്കിളിനെ വിളിച്ച് പറയില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യം ചെയ്യടാ, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അലീനയ്ക്ക് ഒരു പണി കെടുത്താലോ എന്ന് തീരുമാനിക്കുക. എന്ത് ചെയ്യാനാണ് നിൻ്റെ ഭാവം? എടാ, ഞാനൊരു ദിവസം നേരത്തെ നിൻ്റെ വീട്ടിൽ വരും. നീയും കോളേജ് കട്ട് ചെയ്തിട്ട് നേരത്തെ വരണം. നമുക്ക് രണ്ടുപേർക്കും നിൻ്റെ മുറിക്കകത്ത് തന്നെ ഇരിക്കാം. എന്തെങ്കിലും ഗ്ലാസ്സോ എന്തെങ്കിലും അവിടെ തല്ലി പൊട്ടിച്ചിട്ട് അവളോട് പറയാം ഒന്ന് തുടയ്ക്കാനായിട്ട്. അവൾ മുറിയിലേക്ക് കയറി വരുമല്ലോ. ആ സമയത്ത് നല്ലൊരു പ്രയോഗം അങ്ങോട്ട് പ്രയോഗിക്കാം. പിന്നെ ഞാനൊരു സ്പ്രേ കൊണ്ടുവരാം. അത് അവളുടെ മുഖത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ ബോധം കെട്ട് വീഴും. അത് കഴിഞ്ഞ് നമുക്ക് അവൾക്കുള്ള പണി കൊടുക്കാം. നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയണം, ഉറപ്പായിട്ട് നിൽക്കാം. അവളെ കൊല്ലുന്ന പണി ഒഴിച്ച് വേറെ എന്തിനു വേണമെങ്കിലും ഞാൻ കൂട്ടു നിൽക്കാടാ എന്നിങ്ങനെ പറയാട്ടോ. പക്ഷേ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി തകർന്ന മനസ്സോടുകൂടി ഹാളിലേക്ക് വരിക. അവിടെ വരുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്താ സാറേ ഈ കാണിച്ചത്? തല്ലുകയും ബഹളം വയ്ക്കുകയും ഒന്നും വേണ്ടായിരുന്നു. സ്നേഹത്തോടു കൂടി രണ്ടുപേരും കൂടി ഇരുത്തി കാര്യം പറയല്ലേ വേണ്ടത്. ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കണമായിരുന്നോ എന്ന് ചോദിക്കുക. ഓ അത് ശരി, അപ്പോൾ അലീനയും എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? തെറ്റ് ചെയ്ത അവനല്ലേ കുറ്റക്കാരൻ? ആയിരിക്കാം, പക്ഷേ ഇവിടെ ഇപ്പോൾ സാറ് അവന് ഒരു ശത്രുവായി മാറിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരെയും കൂടി ഇരുത്തി സമാധാനമായിട്ട് സംസാരിച്ച് വിടാനുള്ളതിനെ ഇങ്ങനെ തല്ലും വഴക്കൊന്നും വേണ്ടായിരുന്നു. ആ ഇനിയിപ്പോൾ പറ്റിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അലീനയ്ക്ക് ഇത് എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ സാറിനെ ഉപദേശിക്കാൻ വേണ്ടി ഞാൻ ആരാ? അല്ലെങ്കിൽ തന്നെ നീ ആരാ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നില്ലേ എല്ലാം? ആ അങ്ങനെയാണെങ്കിലേ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നില്ലല്ലോ. ഇപ്പം വേണമെങ്കിൽ എനിക്ക് ചോദിക്കാമല്ലോ അങ്ങനെ അല്ലേ അലീനെ? അലീന അല്ലെങ്കിൽ തന്നെ അലീനയുടെ സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നില്ലേ എന്ന് ചോദിക്കാം. അത് എൻ്റെ സ്വന്തം കുടുംബം പോലെയാണ് സാറേ ഞാനിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പോൾ ആർക്കും ഇവിടെ വിഷമം വന്നാൽ അലീനയ്ക്ക് വിഷമമാവോ? ആവും. വൈജയന്തിക്കോ? ആ മാഡത്തിന് വിഷമം വന്നാലും എനിക്കും അത് വിഷമം തന്നെയാണ്. പാവമല്ലേ സാർ മാഡം? പാവോ? ആര് പറഞ്ഞു പാവോന്ന്? അതല്ല, എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരോടും ചാടിക്കടിക്കുന്നത്. അവൾക്ക് എന്ത് വിഷമം? ഒരു വിഷമവുമില്ല. അവൾക്ക് ജോലിയുണ്ട്, പണമുണ്ട്, സമ്പാദ്യമുണ്ട്, നല്ലൊരു ഭർത്താവുണ്ട്, ഭർത്താവിനും പണമുണ്ട്, ജോലിയുണ്ട്, 3 മക്കളുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്താണ് അവൾക്ക് വിഷമം വരാൻ? ആ അതും ശരിയാ എന്നും പറഞ്ഞിട്ട്. പക്ഷേ അലീനയ്ക്ക് അറിയാലോ അമ്മയുടെ മനസ്സിലെ വേദന എന്തായിരിക്കുമെന്ന്. അങ്ങനെ അവിടുന്ന് അലീന അങ്ങ് കയറി പോവാട്ടോ. അന്ന് വൈകിട്ട് ബാലചന്ദ്രൻ വന്ന ഉടനെ തന്നെ വൈജയന്തോട് ചോദിക്കുന്നുണ്ട്, രോഹിത് എന്തേ? അവൻ മുറിയിലുണ്ട്. അവൻ എന്തേലും നിന്നോട് പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞിട്ടില്ല. എന്തേ? അവൻ ഇന്നൊരു പണി ഒപ്പിച്ചു, നീ അറിഞ്ഞോ? ഇല്ല. അവൻ ഇന്ന് കോളേജിൽ പോയിട്ട് ക്ലാസ് കട്ട് ചെയ്ത് ഒരു പെൺകൊച്ചിനെ വിളിച്ച് ഈ വീട്ടിൽ വന്നു. മുറി അടച്ചതിനകത്ത് ഇരിപ്പും തുടങ്ങി. ആ അത്രയേ ഉള്ളൂ. അവൻ്റെ ഗേൾഫ്രണ്ട് വല്ലതും ആയിരിക്കും. വീടൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നായിരിക്കും. അതിലിപ്പോൾ എന്താ തെറ്റ്? അല്ലെങ്കിൽ തന്നെ ഇതെങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞു? എന്നെ ഇവിടെ അലീന വിളിച്ച് പറഞ്ഞു. ഓ അത് ശരി, അവൾക്ക് ഇത്രയ്ക്ക് ആത്മാർത്ഥതയോ ഈ കുടുംബത്തോടുകൂടി? അത് ശരി. എൻ്റെ മോൻ ഒരു പെണ്ണിനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു, അവളുടെ ഫ്രണ്ട്. ഉടനെ ഇവിടെ നിൽക്കുന്ന ജോലിക്കാരിക്ക് എന്താ ഇത്ര തട്ടാനായിട്ട്? അതുമല്ല ബാലചന്ദ്രനെ വിളിച്ച് പറയേണ്ട കാര്യം എന്താ? കൊള്ളാം, ഞാനും ചിലതൊക്കെ ഇവിടെ കാണുന്നു. അവൾ വന്ന അന്ന് മുതൽ ബാലചന്ദ്രൻ അവൾക്ക് സപ്പോർട്ട് നിൽക്കുക.
പിന്നെ നിൻ്റെ മോൻ ചെയ്തത് തെറ്റല്ലെന്നാണോ നീ പറയുന്നത്? അവൻ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമില്ല. എന്നിട്ട് നിങ്ങളെന്താ ചെയ്തത്? ഞാൻ പിടിച്ചിട്ടൊരു പെട കൊടുത്തിട്ടുണ്ട്. ആ കൊള്ളാം, നന്നായി, നല്ല അച്ഛൻ, ഇങ്ങനെ ആവണം ഉത്തരവാദിത്തമുള്ള അച്ഛൻ. എൻ്റെ ഒരു ബാലചന്ദ്ര, ഇന്നത്തെ പിള്ളേർ, ന്യൂ ജനറേഷൻ പിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവരെ അടി കൊടുത്തൊന്നും നന്നാക്കാൻ പറ്റില്ല. രണ്ടുപേരെയും പിടിച്ചിരുത്തി സമാധാനത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അതിന് പകരം അവനെ തല്ലിയും ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യണമായിരുന്നോ? പിന്നെ ഇവിടെ ഇപ്പോൾ ഒരുത്തി വലിയ കൊച്ചമ്മ ചമ്മ നിപ്പുണ്ടല്ലോ, അവളുടെ കാര്യം ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇങ്ങനെ പോയാൽ പറ്റില്ല. എൻ്റെ മക്കൾക്ക് സ്വാതന്ത്ര്യത്തോടെ അവരുടെ ഫ്രണ്ട്സിനെ പോലും ഇവരെ വിളിച്ച് വരുത്താൻ പറ്റില്ലെന്നാണോ? ഓ, അപ്പം നീ എന്താ പറയുന്നത്? നിൻ്റെ മോന് വേണ്ടി നീ സപ്പോർട്ട് ചെയ്യുക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നാളെ തൊട്ട് ബബിതയോ കൃഷ്ണയോ അവളുടെ ബോയ് ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ട് വരട്ടെ, ഇവിടെ വന്നിട്ട് സംസാരിക്കട്ടെ. എനിക്കും ഉണ്ടല്ലോ കുറച്ച് ഗേൾ ഫ്രണ്ടൊക്കെ, ഞാനും അവരെയൊക്കെ വിളിച്ച് ഇവിടെ കൊണ്ട് സംസാരിക്കാം. വേറൊന്നിലല്ല, വെറുതെ സംസാരിക്കാൻ നിനക്ക് സമ്മതമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് വൈകുന്നേരം നാവാൻ കടഞ്ഞു പോവാട്ടോ. എന്നിട്ട് പറയാം, തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. പിന്നെ നീ അത് സമ്മതിക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിനക്ക് അലീനയോട് പണ്ട് മുതലേ ഒരു ദേഷ്യമുണ്ട്. ആ ദേഷ്യവും പകയും വെച്ചിട്ടാണ് നീ ഇങ്ങനെ സംസാരിക്കണത്. പക്ഷേ സ്വന്തം മക്കളുടെ കാര്യം തെറ്റാണെന്ന് സമ്മതിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വേറൊരാളുടെ ദേഷ്യം വെച്ചിട്ട് ഇങ്ങനെ ന്യായീകരിക്കുകയല്ല വേണ്ടത് വൈജയന്തി എന്നിങ്ങനെ പറയാട്ടോ. അവസാനം വൈജയന്തി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവളോട് ദേഷ്യവും വൈരാഗ്യവും വിരോധവും ഒക്കെ ഉണ്ട്. അവിടെ വെച്ച് കമലെടുത്തി പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മുടെ ഇഷ്ടപ്രകാരമല്ലാതെ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അച്ഛൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം കൂട്ടിക്കൊണ്ട് വന്നതാണ് ഇവളെ. അങ്ങക്ക് ആർക്കും ഇവളെ ഇഷ്ടപ്പെട്ടില്ല. ഇവളെ എത്ര വേഗം ഇവിടുന്ന് പറഞ്ഞു വിടണം. പിന്നെ അമ്മയുടെ കാലിൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഇവളെ ഞാൻ ഇവിടുന്ന് കെട്ടിക്കും. നോക്കിക്കോ, ഇവിടുന്ന് തിരുവനന്തപുരം വരെ, അവളെ ഇവിടുന്ന് വന്ന് കഴക്കൂട്ടം അവിടെ വരെ ഞാൻ ഓടിക്കും. നീ ബാലചന്ദ്രൻ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് പോവാട്ടെ. എപ്പിസോഡ് തീരാ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.